നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സാധാരണഗതിയിൽ വലിയ തോതിലുള്ള ഒറ്റപ്പെടൽ വരണമെന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നാട്ടുകാരെങ്ങനെ ഒറ്റപ്പെടുത്താൻ തയ്യാറല്ല. നല്ല രീതിയിൽ ഞങ്ങളെ പിന്താങ്ങാനാണ് തയ്യാറാണ്. അതുണ്ടാക്കുന്ന വേവലാതിയുണ്ട്. അത് ചെറിയ വേവലാതിയല്ല. ഞങ്ങൾ അനായാസേന ജയിച്ചവർക്ക് ഇരിക്കാൻ പോവുകയാണെന്ന് ധരിച്ചവർക്ക് ഇപ്പോൾ വല്ലാത്ത പൊള്ളലിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതികരണം, ജനങ്ങളുടെ മനോഭാവം, ഓരോ ദിവസം കഴിയുന്നതോറുമുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാഗമായി LDFിൻ്റെ സ്വീകാര്യത വർദ്ധിക്കുന്നത്, നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സ്വീകാര്യതയിലേക്ക് LDF വരുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഒരു പുകമറയും ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങൾ സുതാര്യമായ നിലയാണ്. എല്ലാ ഘട്ടത്തിലും വർഗീയ വിരുദ്ധ നിലപാടാണ്. ഒരു വർഗീയതയുമായും കൂട്ടുകൂടുന്ന നിലപാട് ഞങ്ങൾക്കില്ല. ഒരു വർഗീയതയുടെയും താല്പര്യം സംരക്ഷിക്കാനും ഞങ്ങളില്ല. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. അതാണല്ലോ ഇവിടുത്തെ തെളിവ്. ഇന്ന് നമ്മുടെ സംസ്ഥാനം പോലെ മറ്റേതൊരു സംസ്ഥാനമുണ്ട് ഈ 10 വർഷമായി ഒരു വർഗീയ കലാപവും വർഗീയ സംഘർഷവും ഇല്ലാത്ത നാടായിട്ട്? ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? നേരത്തെ വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? LDFിൻ്റെ സുതാര്യമായ നിലപാടല്ലേ, വർഗീയ വിരുദ്ധ നിലപാടല്ലേ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ? ഏതെങ്കിലും വർഗീയ ശക്തിയായിട്ട് ചാരി നിൽക്കുന്ന നില ഇവിടെ സ്വീകരിക്കുന്നില്ല. വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ലേ? അപ്പം അതെല്ലാം നാടിൻ്റെ അനുഭവമില്ലേ, ജനങ്ങളുടെ അനുഭവമില്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മേലെ അത്തരത്തിലുള്ളതൊന്നും ചാർത്താമെന്നും ആരും കരുതണ്ട. അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ.